ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയിൽ നമ്മുടെ റെട്രോ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ ഫംഗ്ഷൻ ഇതുപോലെ തന്നെ, അതായത് അവിടുത്തെ ഒരു ഫംഗ്ഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ കൊതിച്ചു, അയ്യോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഫാൻസ്, ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻപാണ ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. അതെ, ഒരു രക്ഷയില്ല. സൂര്യ സാറിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ അത് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എൻ്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് പേരുടെ ഫാൻസ്, ജയറാമേട്ടൻ്റെ, ലാലേട്ടൻ്റെ, മമ്മൂക്കയുടെ, അങ്ങനെ കുറേ ഹീറോസ്, സൂര്യ സാർ, അവരിൽ ഒരാളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതേ ഹീറോൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കാറിൽ ഈ ഫംഗ്ഷന് വരുന്നു. ഇതിൽ പരം വല്ല ലോട്ടറി വേണോ? ഐ ലവ് യു, താങ്ക് യു സോ മച്ച് സർ. സൂര്യ സാറെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും കിടിലമാണ് പുള്ളി. ഒരു നമുക്ക്, ഞാൻ ഒരു പെണ്ണാണെങ്കിൽ ഒരു ഉറപ്പായിട്ടൊരു ലവ് ലെറ്റർ എഴുതി കൊടുക്കും. കാരണം എന്താ വെച്ചാൽ എല്ലാം ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രമല്ലല്ലോ, ആ ഭംഗി രസമാവുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം, അയാൾ മറ്റുള്ളവരോട്, സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു, ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ നമുക്കൊരാഴ്ച കൊണ്ട് മടുക്കും. ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയും തോറും ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ്. ഈ സ്നേഹം ഡിസേർവ് ചെയ്യുന്നൊരു സൂപ്പർ സ്റ്റാറാണ് സൂര്യ സാർ. അതിലൊരു സന്തോഷം, അർഹതപ്പെട്ടവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ തോന്നുന്നൊരു സന്തോഷം, അതിൻ്റെ കൂടെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ സിനിമയിൽ ഞാനൊരു വലിയൊരു കഥാപാത്രമാണ്. എനിക്കത് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം എന്നിൽ വിശ്വസിച്ചത് എൻ്റെ ഫ്രണ്ട് കാർത്തി. അദ്ദേഹം പറഞ്ഞ പോലെയാണ് ഈ പടത്തിൽ അഭിനയിച്ച. ഓൾ ക്രെഡിറ്റ്സ് ടു കാർത്തിക് സുബ്രാജ് ആൻഡ് മിസ് യു കാർത്തി ആൻഡ് 2D ആൻഡ് എന്താണ് സ്റ്റോൺ ബെഞ്ച് ഫ്രണ്ട്സാണ്. കിടിലം പ്രൊഡക്ഷനായിരുന്നു അവരുടെ. നമുക്കിത് ഒരു വലിയ ബഡ്ജറ്റ് സിനിമയാണ്. നമ്മൾ ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 150 കോടിയിലൊക്കെ മേലെയാണ്. അത്ര വലിയൊരു ദ്വീപൊക്കെ ഒരു രാജ്യമാക്കി മാറ്റിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഭയങ്കര വലിയൊരു സിനിമയാണത്. അതിൻ്റെ ഭാഗം പറ്റിയത് വലിയൊരു ഭാഗ്യം. ഭയങ്കര സൂപ്പർ ഹാപ്പി. വേറെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ സുജിത്ത്, കരുണാകരൻ, മച്ചാങ്കാർത്തി എല്ലാവരും ഉണ്ട്. പിന്നെ സെന്തിൽ ഡിസ്ട്രിബ്യൂട്ടർ. ഇത് പൊളിക്കും കേട്ടോ, ഇത് അടിപൊളിയായിരിക്കും പടം. കണ്ണാലെ എൻ കണ്ണോട് മോതും കണ്ണാടി പൂവേ നീ താണ്ടി എന്നു ഉന്നോട് നാ ഒന്നാക വേണോ അടി എന്നാടി നീ അഴകിയേ നടി സല്ലാടുതേ കാൽ പോകാതടി നീ വിട്ടാലുമേ. പറ്റണില്ല, ഞാൻ എക്സൈറ്റഡ് മറന്നുപോയി. ഇതൊക്കെ നന്നായി പാടണമെന്നുണ്ടായിരുന്നു. സോറി. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൽ ആക്ച്വലി ചേട്ടനോ വരികൾ ചെറുതായിട്ടൊന്ന് മറന്നുപോയതാണ്. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? നമ്മൾ കുറച്ചുകൂടി ഒരു പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ. യെസ്, നമ്മൾ ആ ഒരു സ്നേഹം, ഒരു റൗണ്ട് ഓഫ് അപ്ലോസ് ഗയ്സ് ഫോർ ദി ആക്ടർ ജോജോ ജോർജ്. നമ്മൾ കൊടുക്കേണ്ട പ്രോത്സാഹനം കൊടുത്താൽ അതിന്റെ അർത്ഥം പാടി ശരിയാക്കിയിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി എന്നാണ്. മനസ്സിലായി?